കാരണം നിങ്ങളാണ് എൻ്റെ ആ ഒരു ബംഗാളി പാട്ട് നിങ്ങൾ വൈറലാക്കിയത്. കാരണം എൻ്റെ വൈഫ് ഹൗസ് ഇവിടെ പൂളക്കടവാണ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം വൈഫിൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പൂളക്കടവ് കംപ്ലീറ്റ് ബംഗാളികളാണ്. എവിടെ നോക്കിയാലും ബംഗാളികൾ, അവിടെ നോക്കും ബംഗാളി, എവിടെ നോക്കും ബംഗാളി. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അല്ല എല്ലാം എവിടെ തിരിഞ്ഞാലും ബംഗാളിയാണല്ലോ. അങ്ങനെ ആ ഒരു ചിന്തയിൽ നിന്നൊരു പാട്ടുണ്ടായതാണ്. അതങ്ങനെ ഞാൻ നമ്മുടെ ഇപ്പോൾ ആങ്കറായിട്ടുള്ള സ്പീക്കേഴ്സ് ഞങ്ങളൊക്കെ ഒന്നിച്ച് പ്രോഗ്രാമിന് പോകുന്നത്. അങ്ങനെ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു കല്യാണ വീട്ടിലെ ഒരു പ്രോഗ്രാമിൽ എൻ്റെ സുഹൃത്തെടുത്ത് അതെടുത്തിട്ട് ഫേസ്ബുക്കിലിട്ട് അവിടുന്ന് പിന്നെ വാട്സപ്പിലൂടെ നിങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്തിട്ടാണ് സുരാജ് വെഞ്ഞാറമൂട് എന്ന അനുഗ്രഹീത കലാകാരനോടൊപ്പം മഴവിൽ മനോരമയിൽ തകർപ്പൻ കോമഡി എന്നൊരു നല്ലൊരു ഫ്ലോറിൽ എനിക്ക് ആ ഒരു പാട്ട് പാടാനുള്ളൊരു അവസരം നൽകി. ആ വീഡിയോയും നിങ്ങളെല്ലാവരും കൂടി വൈറലാക്കി. അങ്ങനെയാണ് പിന്നീട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഒരു ഫ്ലോറിലും എത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ മമ്മൂട്ടി നായകനായ കാതൽ എന്ന സിനിമയുടെ ഡയറക്ടർ ജിയോ ബേബി, അദ്ദേഹം നായകനായി എത്തുന്ന ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം കൂടി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് അതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ ഏതായാലും ആ ഒരു ബംഗാളി പാട്ടിൻ്റെ 4 വരി ഞാനിവിടെ പാടാം. അതിനു മുൻപായിട്ട് ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ ഏതായാലും 2 സിനിമാ താരങ്ങളുടെ ശബ്ദം കൂടി അനുകരിക്കാം. അവിടെ ചെറിയ പാട്ടിന് വേണ്ടിയിട്ട് അവിടെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിലെ ലാലിന്റെ ഒരു ശബ്ദം. അടുത്ത മലയാള സിനിമയിൽ തൻ്റെതായ ശബ്ദം അല്ലെങ്കിൽ തൻ്റെതായ ഒരു കോമഡി കൊണ്ട് ഒരു ഹരിശ്രീ എന്ന് തീർത്ത ശ്രീ ഹരിശ്രീ അശോകൻ. നാലുപേര് ഇങ്ങാണ്ട് വരുന്നുണ്ട്. മത്സ്യകന്യകയല്ല മത്സ്യകന്യകൻ. എന്തൊക്കെയായാലും അവനിപ്പോ വലിയ നിലയില്ലേ. സുശീലയുടെ അമ്മയുടെ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ നോക്കട്ടെ, എന്നെ ഇങ്ങനെ നോക്കട്ടെ. അടുത്തത് മലയാള സിനിമയിലെ എക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് നരസിംഹം. ആ നരസിംഹം എന്ന ചിത്രത്തിൽ മോഹൻലാലാണ് നായകനെങ്കിലും നമ്മുടെ ആ ഒരു കോടതി സീനിൽ മമ്മൂട്ടി നന്ദഗോപാൽ മാരാർ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ മമ്മൂട്ടി ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒരു ഇംഗ്ലീഷ് ഡയലോഗ് പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് 3 ദിവസം കൊണ്ട് 10 ലക്ഷത്തിലേറെ കാഴ്ചക്കാരാണ് കണ്ടത്. അപ്പോൾ ആ ഒരു ഡയലോഗ് വേരിയേഷനാണ്. ശബ്ദം ചിലപ്പോൾ അടഞ്ഞതുകൊണ്ട് ശരിയാവുമെന്ന് അറിയില്ല, എങ്കിലും നിങ്ങളെല്ലാവരും ക്ഷമിക്കാം. ഗ്രഹണം ബാധിച്ചാൽ അതിനൊരു സമയമുണ്ട്. സൂര്യൻ കറുത്ത മറുവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷെ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരും. മിസ്റ്റർ സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് പോലീസ്, shall I remind you something? It is quite unbecoming an officer. I pity you for the dirty game you have played in this case. That's a manipulator.